രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. കേസിൽ പോലീസ് റിപ്പോർട്ട് വരുന്നതുവരെ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ബുധനാഴ്ച കോടതിയെ അറിയിച്ചിരുന്നു. മറ്റൊരു പ്രതിയായ രാഹുൽ ഈശ്വർ ഇന്നലെ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അതായത് രാഹുൽ ഈശ്വർ 16 ദിവസം അകത്ത് കിടന്നു. സമാനമായ കേസാണ് സന്ദീപ് വാര്യർക്കെതിരെയുള്ളത്. രാഹുൽ ഈശ്വർ അകത്തായിരുന്നുവെങ്കിൽ സന്ദീപ് വാര്യർ എവിടെയോ ഒളിച്ചിരിപ്പാണ്. തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഈ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഇതുമായി ബന്ധപ്പെട്ടാണ്, പരാതിയുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 6ാം പ്രതിയാണ് സന്ദീപ് വാര്യർ എന്നതാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഈശ്വറും ഇന്നലെയാണ് റിമാൻഡിലായ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വിമൻസ് കമ്മീഷൻ, അതായത് പുരുഷ കമ്മീഷന് വേണ്ടിയാണ് താൻ ഇത്ര ദിവസം ജയിലിൽ കിടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. താൻ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചിട്ടില്ല, അവരുടെ ഐഡന്റിറ്റി ഒന്നും തന്നെ നിലവിൽ താൻ പുറത്തു പറഞ്ഞിട്ടില്ല എന്നൊരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിൽ പോലീസ് തനിക്കെതിരെ നിരവധി കേസുകൾ ഉൾപ്പെടുത്തി കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അതിനെതിരെ ഹൈക്കോടതിയെ ബോധിപ്പിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചതും. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിൽ ജയിലിൽ കിടന്നത് എന്നതിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിന് പോലും മനസ്സിലായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്നതായിരുന്നു കോടതി നിർദ്ദേശം. ആ നിർദ്ദേശം പോലീസ് അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് കോടതി വീണ്ടും ഈ ജാമ്യ ഹർജി പരിഗണിക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും എന്ത് നടപടിയിലേക്ക് കടക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്.